കാര്യങ്ങൾ ഇത്രയൊക്കെ ആയിട്ടും നമ്മുടെ നാട്ടിലുള്ള മിക്ക മലയാള മാധ്യമങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്നത്. എന്താടോ കാര്യം? വാട്ട് ഈസ് ദ റീസൺ? ഈ സംഭവം നടക്കുന്നത് തന്നെ ഇതിൽ ഇരയാക്കപ്പെട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ഒരു പരാതിയെ തുടർന്നാണ്. ഒരു ഹിന്ദു വിശ്വാസിയായിട്ടുള്ള പെൺകുട്ടി അടുത്ത കാലത്തായിട്ട് ഇസ്ലാം മതവിശ്വാസവുമായി ബന്ധപ്പെട്ട രീതിയിലേക്ക് അവരുടെ ജീവിത രീതി തന്നെ പരിവർത്തനപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പരാതിയുടെ അടിസ്ഥാനം. അത് 2022 ജൂലൈ മുതൽ 2026 മാർച്ച് വരെ ഈ കലാപരിപാടി നടന്നുകൊണ്ടിരുന്നു. അവിടെ ഇത് തല്ലിക്കൊന്നാൽ നമ്മുടെ മലയാള മാധ്യമങ്ങൾ കാണിക്കില്ല. ഈ വാർത്ത അവർ ഫ്ലാഷ് ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വാർത്ത നിങ്ങളോട് പറയുന്നത്. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. ഈ പരാതി കൊടുത്തിരിക്കുന്നതെല്ലാം ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന പെൺകുട്ടികളാണ്. ഒരാൾ പുരുഷനാണ്. ഈ പരാതികൾ ആർക്കെതിരെയാണോ ചുമത്തപ്പെട്ടിരിക്കുന്നത് അത് എല്ലാവരും മുസ്ലിങ്ങളുമാണ്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ പരാതിക്കാരുടെ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ അങ്ങേയറ്റം ഗുരുതര സ്വഭാവത്തിലുള്ളതാണ്. അതിൽ ലൈംഗിക പീഡനമുണ്ട്, അവരെ ഭീഷണിപ്പെടുത്തി എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമുണ്ട്, അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണമുണ്ട്, അവരുടേതായിട്ടുള്ള ഹിന്ദു മതവിശ്വാസങ്ങൾക്ക് നേരെയുള്ള അധിക്ഷേപമുണ്ട്, ഒപ്പം ഇസ്ലാം മതത്തിലേക്കുള്ള നിർബന്ധിത മതപരിവർത്തനത്തിനുള്ള ഭീഷണിയും പ്രേരണയും ഈ കാര്യത്തിൽ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ പറയണമെന്നില്ല, കാര്യം നമുക്ക് മനസ്സിലായി. അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആൾക്കാരെല്ലാവരും ആ കമ്പനിയിൽ ഈ പരാതി കൊടുത്തിരിക്കുന്ന ആൾക്കാരെക്കാൾ ഉയർന്ന പൊസിഷനുകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പൊസിഷന്റെ സീനിയോറിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഇവരെ എല്ലാവരെയും ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അവർ വിധേയരാക്കി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. ഇതിൽ ആരോപണങ്ങളുടെ സ്പെസിഫിക്സിലേക്ക് പോയി കഴിഞ്ഞാൽ അവരെ നിർബന്ധമായിട്ട് നിസ്കരിക്കാനായിട്ട് പ്രേരിപ്പിച്ചു എന്നുള്ള ഒരു കുറ്റമുണ്ട്. റമദാൻ മാസത്തിൽ അവരോട് ഉപവസിക്കണം എന്ന് നിർബന്ധിച്ചു എന്നുള്ള ഒരു ആരോപണമുണ്ട്. ബീഫ് കഴിക്കാനായിട്ട് നിർബന്ധിച്ചു എന്നുള്ള ആരോപണമുണ്ട്. ഈ ഡയലോഗ് എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. ഹിന്ദു ദൈവങ്ങളെ അപമാനിച്ചു എന്നുള്ള ഒരു ആരോപണമുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഫോട്ടോകളും വീഡിയോകളും ഉപയോഗിച്ച് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്തു എന്നുള്ള ഒരു ആരോപണമുണ്ട്. അങ്ങനെ ലൈംഗിക പീഡനം, സ്റ്റോക്കിംഗ്, അവരുടെ പൊസിഷൻ മിസ്യൂസ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, നിർബന്ധിതമായിട്ടുള്ള മതപരിവർത്തനം തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാമുള്ള ഒരു പ്രേരണയാണ് അവിടെ ഉണ്ടായത് എന്ന രീതിയിലാണ് ഈ പരാതികളെല്ലാം വായിച്ചതിൽ നിന്ന് പോലീസിന് ബോധ്യപ്പെട്ടത്. ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല, ഞങ്ങൾ ബധിരനും മൂകനുമാണ്. റേപ്പ്, അബ്യൂസ് ഓഫ് പവർ, അധികാരത്തിന്റെ ദുർവിനിയോഗം നടത്തി റേപ്പ് നടത്തുക, ബീഫ് തീറ്റിക്കുക. അതാണല്ലോ അതിൻ്റെ ഒരു ചടങ്ങ്. ശരിക്കും പറഞ്ഞ ബീഫ് തീറ്റിച്ചില്ലെങ്കിൽ അത് ശരിയാവില്ല. അതെന്റെ മാസ്റ്റർ പീസാണ്, അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. അത് ഇതിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. പിന്നെ കൺവേർഷൻ ടു ഇസ്ലാമിലേക്ക് മാറുക. ഇസ്ലാമിലേക്ക് മാറി എന്ന് വിചാരിച്ചിട്ട് ഈ ബലാത്സംഗം നിർത്തുക, അതൊന്നുമില്ല. എനിക്ക് തോന്നുമ്പോൾ ഞാൻ ബലാത്സംഗം ചെയ്യും. ആരെയാണോ കൈ കിട്ടുന്നത് അതിനെ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യും. ഇതിനെയൊക്കെ കല്യാണം കഴിക്കാമെന്ന് വാഗ്ദാനവും കൊടുക്കും. ഇവിടെ ചോദിക്കാനും പറയുന്ന ആരുമില്ലേ? ആൺകുട്ടിയെ എന്തിനുപയോഗിച്ചു എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ അയാളെ കൊണ്ടും ഉപയോഗം ഉണ്ടായിരുന്നിരിക്കണം. ഇത്തരം മൃഗങ്ങൾക്ക് ആണുങ്ങളുടെ ഉപയോഗം ഉണ്ടല്ലോ. ബട്ട് ഇതിന് പേര് വന്നിരിക്കുന്നത് കോർപ്പറേറ്റ് ജിഹാദാണ്. ഇനി കോർപ്പറേറ്റ് ജിഹാദ് ഇല്ല എന്ന് പിണറായി വിജയൻ, ബെന്നി ബെഹനാൻ, നമ്മളുടെ ഇങ്ങേരുണ്ടല്ലോ വി ഡി സതീശൻ, എ റഹീം, എം വി ഗോവിന്ദൻ, ഇവരൊക്കെ പറയും എന്ത് കോർപ്പറേറ്റ് ജിഹാദ് ആകുന്നില്ല എന്നൊക്കെ പറയും. ഉള്ള കാര്യം ഞാൻ പറയും. ഇവന്മാര്, ഈ രാഷ്ട്രീയക്കാര്, ഇവര് റാഡിക്കൽ ഇസ്ലാമിനെതിരെ ഒരക്ഷരം മിണ്ടില്ല. റാഡിക്കൽ ഇസ്ലാം അവരെ അടിച്ചാലും തൊഴിച്ചാലും പോലും ഈ കഴുതകൾ ഒരക്ഷരം മിണ്ടില്ല. അപ്പോൾ FIR ഉണ്ടായിട്ടും അതിൽ അറസ്റ്റ് രേഖപ്പെടുത്തപ്പെട്ടിട്ടും ഇത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള വർക്ക് പ്ലേസ് ഹരാസ്മെന്റ് ആണ്. ഒപ്പം ലൈംഗിക പീഡനമുണ്ട്, മതപരിവർത്തനമുണ്ട്, ഇതര മതവിശ്വാസികളുടെ ദൈവങ്ങളെ നിന്ദിക്കൽ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. FIR-ഉം അറസ്റ്റും ഉണ്ടായിട്ടും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി തന്നെ പ്രതികരിച്ചതിന് ശേഷവും എന്തുകൊണ്ടോ കേരളത്തിലെ മിക്ക മാധ്യമങ്ങളും ഈ വാർത്തയെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് ഒരു വരി പോലും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. ഇതിൽ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഈ നിദ ഖാൻ എന്ന ഇവരുടെ HR കൈകാര്യം ചെയ്തിരുന്ന വ്യക്തി തന്നെയാണ് അവിടുത്തെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമത്തിനെ തടയുന്ന പാനലിലുള്ള കമ്പനിയുടെ അംഗവും. അങ്ങനെ TCS-ന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടും നമ്മുടെ നാട്ടിലുള്ള മിക്ക മാധ്യമ സ്ഥാപനങ്ങളും എന്തുകൊണ്ടാണ് ഈ വാർത്ത മുക്കിയത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്.
ഇത് സത്യത്തിൽ നമ്മുടെ പ്രൈം ടൈം ന്യൂസിൽ ചർച്ചകളിൽ വരേണ്ടുന്ന വിഷയമാണ്. അത്രത്തോളം ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ ഇതിലുണ്ടായിട്ടുണ്ട്. വർക്ക് പ്ലേസ് ഹരാസ്മെന്റ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റിയെക്കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ്. ഇവിടെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് അത് നടന്നപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണം എന്നതുമായി ബന്ധപ്പെട്ട് എത്ര ചർച്ചകളാണ് നമ്മൾ നടത്തിയത് എന്നതിനെക്കുറിച്ച് അറിയാം. അതിൽ TCSന്റെ ഗുഡ്വില്ലും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ മാറ്റി നിർത്തിയാലും സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള അതിക്രമം എന്ന രീതിയിൽ 1-ാം പേജ് വാർത്ത അത് അർഹിക്കുന്നുണ്ട്. അഥവാ പ്രൈം ടൈം ഡിസ്കഷൻ അത് ടെലിവിഷൻ ന്യൂസ് ചാനലുകളിൽ അത് അർഹിക്കുന്നുണ്ട്. എന്നിട്ടും അതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെല്ലാവരും തന്നെ മൗനമാണ് ഇപ്പോഴും പാലിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എന്നാ എനിക്കത് ഓർമ്മയില്ല. ഇവിടെ കേരള സ്റ്റോറി എന്ന സിനിമ സൃഷ്ടിച്ച വിവാദം ചെറുതല്ല. ആ സിനിമയെ ഒരു വിവാദമാക്കി മാറ്റുന്നതിൽ നമ്മുടെ നാട്ടിലെ മാധ്യമ സ്ഥാപനങ്ങൾ വഹിച്ച പങ്ക് എത്രത്തോളം വലുതാണ് എന്ന് നമുക്കറിയാം. നിർബന്ധിത മതപരിവർത്തനം, ഒരാളിന്റെ ഫെയ്ത്തിനെ പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കാൻ, തിരസ്കരിക്കാൻ അയാളെ പ്രേരിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ആ സിനിമയുടെ ഇതിവൃത്തത്തിൽ ഉണ്ടായിരുന്ന കാര്യം തന്നെയാണ്. അതും ശരിയാണല്ലോ. വീണ്ടും എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചോ? ഈ ബ്ലാക്ക് മെയിലിംഗ് ആണെങ്കിലും സ്ത്രീകളോടുള്ള മോശമായിട്ടുള്ള പെരുമാറ്റമാണെങ്കിലും ഒക്കെ തന്നെ അതിന്റെ ഇതിവൃത്തത്തിൽ ഉണ്ടായിരുന്നതാണ്. അതിനെയെല്ലാം തന്നെ ഇങ്ങനെ ഒരു സംഭവമേ എങ്ങും നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എതിർത്തിരുന്ന മാധ്യമങ്ങൾ ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ പോലീസ് കേസായി വരുമ്പോൾ, അതിൽ അറസ്റ്റ് രേഖപ്പെടുത്തപ്പെടുമ്പോൾ ആ കാര്യത്തിൽ മൗനം പാലിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവർ മൗനം കൊണ്ട് ഈ വിഷയത്തിന്റെ മറുഭാഗത്ത് നിൽക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ അതിനെ അനുമാനിക്കേണ്ടത്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അത് തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ്, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. സ്ത്രീ സംരക്ഷണം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കേസിലോ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിലോ മാത്രം നമ്മൾ പാലിക്കേണ്ടുന്ന ഒരു കാര്യമല്ല. എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് സ്ത്രീകൾ ധാരാളമായി വർക്ക് ചെയ്യുന്ന IT മേഖലയിലെ വർക്ക് പ്ലേസ് ഹരാസ്മെന്റ്, അതും ഇത്ര ഗുരുതരമായിട്ടുള്ള മതപരിവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിൽ അതിൽ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ടെല്ല് പണയത്തിലാണ് എന്ന് മാത്രമേ നമുക്കതിനെ വിലയിരുത്താനായിട്ട് കഴിയുകയുള്ളൂ. പോയി ചത്തുടടാ. ഈ വിഷയത്തിൽ സത്യസന്ധമായിട്ടുള്ള വാർത്താ റിപ്പോർട്ടിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ കേരള സ്റ്റോറി എന്ന സിനിമയെക്കുറിച്ച് ഈ മാധ്യമങ്ങളെല്ലാം തന്നെ ഉയർത്തിയിരുന്ന എതിർവാദങ്ങളെല്ലാം തന്നെ അസ്ഥാനത്തായി പോകും. അത് റദ്ദാക്കപ്പെടും. പ്രേക്ഷകർ തിരിച്ച് മാധ്യമങ്ങളെ ചോദ്യം ചെയ്യും എന്ന തരത്തിലുള്ള ഒരു കാര്യം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഒരു സഹായം ചെയ്തു കൊടുത്തപ്പോ അത് വിളിച്ചുകൂയി നമുക്കിട്ട് പണിയ. ഇങ്ങനെയുള്ള പ്രീണനം നടത്തുക എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമ്മുടെ നാട്ടിലെ അഭ്യസ്തവിദ്യരായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങളുടെ അജണ്ട മുന്നോട്ട് വെക്കുന്നതിനല്ല മാധ്യമപ്രവർത്തനം എന്ന് പറയേണ്ടത്. മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് തികച്ചും നിഷ്പക്ഷമായിരിക്കേണ്ടതാണ്. ഈ ഇരിപ്പിലങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. നമ്മളെ TV ചാനൽമാർ, ആങ്കർമാർ അവർ സ്വയം കൺവിൻസ്ഡ് ആണ് ലവ് ജിഹാദില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ലവ് ജിഹാദ് ഉണ്ടെന്ന് സമ്മതിക്കരുത്. സമ്മതിച്ചാൽ BJPക്ക് ഗുണം കിട്ടുമെന്ന്. നല്ല ഐഡിയ. എടാ, നിന്റെ മകളെയല്ലേ പിടിച്ചോണ്ട് പോയി? എൻ്റെ മകളെയാണ് പിടിച്ചോണ്ട് പോയത്. പക്ഷെ BJPക്ക് ഗുണം വരുത്തുന്ന കാര്യം ഞാൻ ചെയ്യില്ല. മകള് പോയെങ്കിൽ പോട്ടെ, ഏതായാലും പോയല്ലോ. ഇനിയിപ്പോൾ അതിനൊരു ബഹളം വെച്ചിട്ട് BJPക്ക് വോട്ട് പിടിച്ചു കൊടുക്കേണ്ട കാര്യം ചെയ്യില്ല. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. സത്യം സത്യമായി തന്നെ പുറത്തു വരട്ടെ. പക്ഷെ നമ്മുടെ നാട്ടിലെ മിക്ക മാധ്യമങ്ങളും ഈ വിഷയത്തിനെ ഇതുവരെ കൈകാര്യം ചെയ്തിരുന്ന രീതി അവരുടെ നട്ടലില്ലായ്മ മാത്രമാണ് തുറന്നു കാട്ടുന്നത് എന്നുള്ള ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.